രാഗദീപം എന്ന ബ്രാൻഡിനോട് ചേർത്താണ് വത്സേട്ടനെ പറ്റി എപ്പോഴും കേൾക്കാറുള്ളത്. രാഗദീപം എന്ന ആ ഒരു ബാൻഡ് ഇതൊരു ബ്രാൻഡ് കൂടിയാണ്. രാഗദീപം രൂപീകരിക്കാനുണ്ടായ ഒരു കാരണവും അതിൻ്റെ ഒരു പിറവിയും അതിൻ്റെ ഒരു തുടക്കവും എന്നായിരുന്നു, എങ്ങനെയായിരുന്നു? ഞാൻ ബാൻഡ് തുടങ്ങിയിട്ട് ശരിക്കും ഒരു 45 വർഷമായി ഞാൻ ബാൻഡ് ഫീൽഡിലായിട്ട്. ഓരോ ട്രൂപ്പുകളിൽ ഇങ്ങനെ മാറി മാറി അന്നത്തെ ഏറ്റവും ബ്രാൻഡഡ് ടീമുകളായിരുന്ന ആളൂർ ടീം, ഹെവൻലി വോയ്സ്, അങ്ങനെയുള്ള ടീമുകളിലൊക്കെയാണ് ഞാൻ മുന്നേ വായിച്ചിരുന്നത്. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം മൂക്കുതല ഞങ്ങൾ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പ്രൊഫഷണൽ ബാൻഡ് തന്നെയായിരുന്നു. അവർക്ക് ട്യൂഷൻ എടുക്കാൻ പോയിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ മുകളിലാണ് നമ്മൾ പുതിയൊരു ട്രൂപ്പ് തുടങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് അവരാണ്. അത് തുടങ്ങുന്ന സമയത്ത് അത്രയും വലിയൊരു ട്രൂപ്പായിട്ട് തുടങ്ങാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ബാൻഡ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുള്ളൊരു സംഭവം. അപ്പോൾ അവരൊരു ചെറിയ രീതിയിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് ഞാൻ വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു അതിൽ. ഞാൻ അന്ന് വായിക്കുന്നത് ഹെവൻലി വോയ്സ് എന്ന ട്രൂപ്പിലെ അന്നത്തെ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബാൻഡിലെ രാജാകുമാരോടൊപ്പമാണ് അന്ന് ഞാൻ നിൽക്കുന്നത്. വലിയ പ്രശസ്തിയുള്ള ബാൻഡായിരുന്നു. അതെ അതെ, അന്നത്തെ ഏറ്റവും ബ്രാൻഡ് നെയിമുള്ള ടീമായിരുന്നു ഹെവൻലി വോയ്സ്. അപ്പോൾ നമ്മുടെ ഈ ശിഷ്യന്മാരുടെ അവനോടൊപ്പം അവരെൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു. അവരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇങ്ങനെ ട്രൂപ്പ് തുടങ്ങിയത്. തുടങ്ങിയ വർഷം തന്നെ നമുക്കതൊരു പുതിയൊരു ശൈലിയിൽ ബാൻഡ് അതുവരെ ആൾക്കാർ കണ്ടതും ആസ്വദിച്ചതും അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ശൈലിയിൽ നമുക്കത് കൊണ്ടുവരാൻ സാധിച്ചു. റിതം പെർക്കഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ശൈലിയിലേക്ക് ബാൻഡ് ഇപ്പോൾ നിലവിലുള്ള ഈ ശൈലിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ രാഗദീപം ടീമാണെന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. അങ്ങനെയാണ് തുടക്കം. ഓരോ വർഷം നമ്മൾ ആൾക്കാരെ ചേഞ്ച് ചെയ്ത് പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും നമുക്ക് രാഗദീപത്തിൽ കൊണ്ടുവന്ന് വായിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും രാഗദീപം അതേപോലെ തന്നെ മുന്നോട്ട് പോകണം.